يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكيف إذا توفتهم الملائكة يضربون وجوههم وأدبارهم ذلك بأنهم اتبعوا ما أسخط الله وكرهوا رضوانه فأحبط أعمالكم. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവനവൻ്റെ ജീവിതത്തെയും ആയുസ്സിനെയും കുറിച്ച് നിരന്തരമായി ആലോചിക്കുകയും അതിൻ്റെ നഷ്ടവും നാശവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവിന് ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ്റെ കൽപ്പനകളെ സൂക്ഷിച്ചും പാലിച്ചും നിർവഹിക്കണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്ന വസിയ്യത്ത് ചെയ്യുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പല രീതിയിലുമുള്ള മുന്നറിയിപ്പുകളും പാഠങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ധാരാളം വചനങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത് ആഖിറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ സാധാരണ ഇസ്ലാമിലെ കാര്യങ്ങൾ മൂന്നായി തിരിക്കാറുണ്ട്. ഒന്ന് തൗഹീദ്, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഏകത്വം. രണ്ടാമത്തത് റിസാലത്ത്, പ്രവാചകത്വം. മൂന്നാമത്തത് ആഖിറത്ത്. ഖുർആനിൽ ഇങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. എല്ലാം തമ്മിൽ ലയിച്ചും ചേർന്നും ഒരുമിച്ച് കിടക്കുകയാണ്. നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പിൽക്കാലത്തെ പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തു ഒരു രീതിയിൽ വിശദീകരിക്കാറുണ്ട്.
പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ വായിക്കുന്ന സന്ദർഭത്തിൽ ഏതൊരു വിഷയവും ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ വരിക. ഖുർആനിലെ ഏതൊരായത്ത് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിലും അതൊന്നുകിൽ അള്ളാഹുവിന്റെ ഏകത്വം, അവന്റെ അസ്തിത്വം, അവന്റെ അധികാരം, അള്ളാഹുവിന്റെ സിഫത്തുകൾ അതിനെ വർണ്ണിക്കുന്നതോ വിലയിരുത്തുന്നതോ ആ കഴിവുകളെ ബോധ്യപ്പെടുത്തുന്നതോ ആയിരിക്കും ഏതൊരായത്തും. അതല്ലെങ്കിൽ പിന്നെ റിസാലത്തായിരിക്കും. റിസാലത്ത് എന്ന് പറയുന്നത് പ്രവാചകത്വമാണ്, സന്ദേശങ്ങൾ, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജനനം മുതൽ മരണം വരെ അവൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഉണ്ടായി അതിൽ ആദ്യത്തെ മനുഷ്യൻ വന്നത് മുതൽ ഇനി അവസാനത്തെ മനുഷ്യൻ ഇവിടെ നിന്ന് വിട പറയുന്നത് പോകുന്നത് വരെ അവർ പാലിക്കുകയും പുലർത്തുകയും ചെയ്യേണ്ട അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അത് പ്രവാചകന്മാരിലൂടെ നൽകി അനുഗ്രഹിച്ചതിനാണ് റിസാലത്ത് എന്ന് പറയുക. മൂന്നാമത്തത് ആഖിറത്ത്, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഇത് 3ഉം പരസ്പരം ചേർന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ളത് മരണാനന്തര ജീവിതമാണ്. മറ്റ് രണ്ടും അനിവാര്യമായി തീരുന്നത് പോലും അതുള്ളതുകൊണ്ടാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ നമുക്ക് റിസാലത്തും ആവശ്യമില്ല, അള്ളാനെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ചർച്ചയ്ക്കും ഒരു പ്രസക്തിയില്ല. അള്ളാനെ കുറിച്ച് ഇടങ്ങാറായിട്ട് നമ്മളെന്തിനാ ആലോചിക്കണം? ഏതെങ്കിലും ഒരാൾ എന്തോ ഒരു വഴി അവതരിപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ. എന്തിനതൊക്കെ പാലിക്കേണ്ട കാര്യം? വമാ യുഹ്ലികുന ഇല്ല ദഹർ ഇൻഹി ഇല്ലാ ഹയാത്തുന ദുനിയാ നമൂതു വനഹയ. ജീവിതം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു കളിയാണ്. ആസ്വാദനങ്ങളും അനുഭവങ്ങളും തമാശകളും ഒക്കെയായിട്ട് തീർന്നു പോകേണ്ട ഒന്ന്. വല്ല നശീകരണവും സംഭവിക്കുന്നുവെങ്കിൽ അത് കാലം കൊണ്ട് മാത്രമാണ്. ആയുസ് വലുതാകുന്നത് കൊണ്ടോ പ്രായം കൂടുന്നത് കൊണ്ടോ നമ്മൾ മരിക്കുന്നു എന്നുള്ളതിനപ്പുറം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നമ്മെ കാത്തിരിക്കുന്നില്ല. അങ്ങനെ ഒന്നും പേടിക്കേണ്ടതില്ല. ഇതാണല്ലോ വർത്തമാനകാല ലോകവും നമ്മുടെ സംവിധാനങ്ങളുമൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മരണാനന്തര ജീവിത വിശ്വാസമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യത്തെ, നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സത്യത്തെ, ഒരിക്കലും ഒഴിഞ്ഞു മാറാനും രക്ഷപ്പെടാനും പഴുതില്ലാത്ത ആ ഒരു അനുഭവത്തെ വിസ്മരിച്ചുകൊണ്ട്, മറന്നുകൊണ്ട് ലോകത്തെ നല്ലൊരു ശതമാനം ജനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ അല്ലാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ, മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മാത്രമൊന്നുമല്ല, മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല അവകാശവാദം നടത്തുന്നത്. ലോകത്തെ 99.99% ജനങ്ങളും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരാണ്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ അധികം ആളുകളും പറയുന്നു ഞങ്ങൾക്കൊക്കെ അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുണ്ട്. ഒബാമയും നരേന്ദ്രമോദിയും ഉമ്മൻചാണ്ടിയും ഒന്നും മരണാനന്തര ജീവിതത്തിനെ തള്ളി പറയണില്ല. ഷാറൂഖ് ഖാനും ടെണ്ടുൽക്കറും മമ്മൂട്ടി മോഹൻലാലും മരിച്ച കലാഭവൻ മണി അടക്കം മരണാനന്തര ജീവിതത്തെ തള്ളി പറഞ്ഞിട്ടില്ല. മരിച്ചുപോകുന്ന മനുഷ്യനും അവന്റെ ആത്മാവിനും ക്ഷേമവും ഐശ്വര്യവും നന്മയും ഒക്കെ കൈവരുത്തുന്നതിനു വേണ്ടി എല്ലാ മതസമൂഹങ്ങളും വമ്പിച്ച പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും ജപങ്ങളും തസ്ബീഹുകളും തഹ്ലീലുകളും തിലാവത്തുകളും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങളൊക്കെ പറയുന്നു മരണാനന്തര ജീവിത വിശ്വാസമുണ്ട് എന്ന്. ലോകത്തെ നല്ലൊരു ശതമാനം ആളുകളും, എല്ലാവരും നിരീശ്വരവാദികൾ മാത്രമാണ് മരണാനന്തര ജീവിതത്തെ തള്ളിപ്പറയുന്നത്. ഭൗതികമായ ഒരു രസതന്ത്ര, ഒരു കെമിക്കൽ സ്വഭാവത്തിൽ, ലബോറട്ടറിക്കൽ സ്വഭാവത്തിൽ മനുഷ്യനെ വിശകലനം ചെയ്യുകയും അതിന് തുടക്കമോ ഒടുക്കമോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കുറെ വാതകങ്ങൾ കൂടിച്ചേരുന്നു, പിന്നീട് ആ വാതകങ്ങൾ ദ്രാവകങ്ങൾ വഴിപിരിയുന്നു. അതുമാത്രമാണ് മനുഷ്യൻ. അതിന്റെ അപ്പുറമുള്ള സമസ്യകളൊന്നുമില്ല എന്ന് നിരീശ്വരന്മാർ അതിന്റെ ചിലവിൽ, അതിന്റെ തളലിൽ അതിഭയങ്കരമായ നിലപാടുകളും സമീപനങ്ങളും ലോകത്ത് വളർന്നു വന്നിട്ടുണ്ട്. ആ സമീപനങ്ങളും നിലപാടുകളുമാണ് മതത്തിന്റെ മറവിലും
ഒളിവിലുമൊക്കെ നിന്നുകൊണ്ട് വിശ്വാസികളുടെ സമൂഹവും ഇന്ന് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ മതവിശ്വാസികളാണ് എന്ന് പറയും, നമ്മളൊക്കെ തന്നെയും മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ജീവിതവുമായി അതിനുള്ള ബന്ധം എന്താണ്? എന്റെ കുടുംബത്തിന് അതുമായിട്ടുള്ള ബന്ധം എന്താണ്? എന്റെ പാർട്ടിക്ക് അതുമായിട്ടുള്ള ബന്ധം എന്താണ്? എന്റെ നേതാക്കന്മാർക്ക് അതുമായിട്ടുള്ള ബന്ധം എന്താണ്? ഞാൻ പിൻപറ്റുന്നവർക്കും ഞാൻ അനുകരിക്കുന്നവർക്കും ഞാൻ പിന്നാലെ പോകുന്നവർക്കുമൊക്കെ അതുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മൾ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സംവിധാനങ്ങൾക്കും മരണാനന്തര ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ്? അത്ര ഗൗരവത്തിൽ നമ്മളതിനെ ആലോചിച്ചിട്ടില്ല. നമ്മളുമായി ബന്ധപ്പെടുത്തിയിട്ട് പോലും, എന്നിട്ടല്ലേ ബാക്കിയുള്ളവരെ കഥ. ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ഞാൻ എന്നെയാണ് വിലയിരുത്തേണ്ടത്, എന്റെ മക്കളെയല്ല, എന്റെ ഭാര്യയല്ല, എന്റെ ഉമ്മാനെ എന്റെ ഉപ്പാനെയല്ല. ആദ്യത്തെ നമ്പർ 1 ചിന്ത വരേണ്ടത് എനിക്ക് എന്നെക്കുറിച്ചാണ്. എന്റെ മരണാനന്തരം എന്താണ്? ഞാൻ എങ്ങോട്ടാണ്? ഞാൻ എങ്ങനെയാണ്? എന്നെ കാത്തിരിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവതരമായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആലോചനയായി അവനിൽ കടന്നു വരേണ്ടത് അതാ. ഞാൻ എന്താകും? ഞാൻ എവിടെ പോകും? ഞാൻ എങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് ഞാൻ അവസാനിക്കുക? അവനവനെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി അത് ആലോചിക്കാൻ സന്നദ്ധമാകാത്തവരാണ് ഞാനും നിങ്ങളൊക്കെ. പിന്നില്ല അവനാന്റെ മക്കൾ. നമ്മളെ മക്കൾ എവിടെ പോകും? പാപ്പ ജീവിച്ചിരിക്കുക മക്കൾ പോകാറുണ്ട്. നമ്മുടെ മക്കളെ ചിലപ്പോൾ നമ്മുടെ മടിയിൽ കിടന്നിട്ട് മരിക്കും. പക്ഷെ എവിടേക്കാണ് ഇവൻ പോകുന്നത്? അവന്റെ പോക്കും അവനുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമൊക്കെ നമ്മളെ കണ്ണീരിൽ മുക്കും, നമ്മളെ നിസ്സംഗരാക്കും. അവന് വേണ്ടി ചെലവിട്ട അധ്വാനങ്ങളും സമ്പത്തും ഒക്കെ നമ്മുടെ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മളെ മുൾമുനയിൽ നിർത്തും. എന്തായിരുന്നു ഇത്? എന്തിനായിരുന്നു ഇത്? അനുഭവമില്ലാത്തവർക്ക് ഇതൊരു വർത്തമാനം മാത്രമാണ്. പക്ഷെ മക്കളെ നഷ്ടപ്പെട്ട വാപ്പാരുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ 20, 25, 30, 40, 50, 60 വയസ്സുവരെയുള്ള മക്കൾ മരണപ്പെട്ട വാപ്പാരുണ്ട്. അവരത്ഭുതത്തോടുകൂടി ചിന്തിക്കും, എന്റെ മകൻ എന്റെ മുന്നിൽ നിന്ന് വിട പറയുന്നു, എന്റെ മകൾ എന്റെ മുന്നിൽ നിന്ന് വിട പറയുന്നു, എന്റെ ഭാര്യ പോകുന്നു, എന്റെ ഭർത്താവ് പോകുന്നു. ഇവിടെ കൂടുതൽ പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല. എന്റെ ഭാര്യ എന്നെ ഇട്ട് എന്നെ മാറ്റിവെച്ച് അവൾ സഞ്ചരിക്കുന്നു. എന്റെ കുട്ടികളെ അനാഥമാക്കി. ഞാൻ ഈ അടുത്തൊരു മയ്യത്ത് ഒരു ഇതിൽ പങ്കെടുക്കാൻ പോയി. ഒരു പെണ്ണാ മരിച്ചത്. 3.5 വയസ്സുള്ള കുട്ടിയുണ്ട്, 3.5 വയസ്സുള്ള ചെറിയ കുട്ടി, 6 വയസ്സുള്ള കുട്ടിയുണ്ട്, 11 വയസ്സുള്ള കുട്ടിയുണ്ട്. 3 കുട്ടികളെ അനാഥമാക്കിക്കൊണ്ടാണ് ഈ പെണ്ണ് കടന്നു പോകുന്നത്. ആരാണ് ഇവരെ നോക്കുക? കുട്ടി കരഞ്ഞു. 6 വയസ്സായ കുട്ടി ചോദിക്കുന്നു, ഉമ്മ എവിടേക്കാ പോണത്? എവിടേക്കാണ് ഉമ്മയെ കൊണ്ടുപോകുന്നത്? കല്യാണത്തിന് പന്തലിട്ടതുപോലെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. വീട്ടിൽ ആഘോഷമുള്ളതുപോലെ ധാരാളം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടി വിചാരിക്കുന്നു ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പോ എടുത്തുകൊണ്ട് കിടക്കണ ഇളാമയും, ഇളമാന്ന് പറഞ്ഞ ഉമ്മാന്റെ അനുജത്തെയും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, വല്യമ്മയൊക്കെ. അവര് പറയുന്നു ഉമ്മ കല്യാണത്തിന് പോവുക. വേറെന്താ പറയണത്? 6 വയസ്സായ ഒരു കുട്ടിയോട് ഉമ്മയുടെ മരണത്തെക്കുറിച്ച് എന്താ പറഞ്ഞു കൊടുക്കുക? ഏത് കല്യാണത്തിനായി പോണത്? ഏതാണ് ഈ മംഗലം? എവിടേക്കാണ് ഈ കുട്ടി സഞ്ചരിക്കുന്നത്? കുട്ടിയുടെ അനാഥത്വവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേറെ ആലോചിക്കാം നമുക്ക്. ഇതൊക്കെ നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്നതാണ്. നമ്മുടെ മക്കൾ അനാഥകളായിട്ട് മാറും. എവിടേക്കാണ് ഈ ഉമ്മ പോണത്? നമ്മുടെ പെൺകുട്ടിയാണ് അവളുടെ കുട്ടികളെ നമ്മുടെ കയ്യിലേൽപ്പിച്ച് നമ്മളിൽ നിന്ന് വിട പറയുന്നത്. എന്താ നിങ്ങൾ ആലോചിച്ചത്? ഈ പോകുന്ന പെണ്ണിന് വേണ്ടി, അവനവന്റെ മകൾക്ക് വേണ്ടി നിങ്ങൾ എന്താ ആലോചിച്ചത്? അവൾ എവിടേക്ക് പോകുന്നു? എങ്ങനെ പോകുന്നു? എന്താണ് അവൾക്ക് നിങ്ങൾ കൊടുത്തയച്ചിട്ടുള്ളത്? അവളുടെ കയ്യിൽ നിങ്ങൾ എന്താണ് നിക്ഷേപമായി കൊടുത്തിട്ടുള്ളത്? നാളെയുടെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ എന്തെന്നാണ് നിങ്ങൾ ഒരുക്കി വെച്ചു കൊടുത്തത്? ഒരിക്കലും നമ്മൾ ആലോചിക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നെക്കുറിച്ച് തന്നെ ഞാൻ ആലോചിക്കണില്ല. പിന്നല്ലേ മകളെ കാര്യം. മകള് പോയത് വശമാകുന്നത് കുട്ടികളുടെ അനാഥത്വം കൊണ്ടാണ്. ഞാൻ അവൾക്ക് ചെലവഴിച്ച സമ്പത്തും അവളുടെ ഓർമ്മകളും അതിന്റെ എല്ലാ അനുഭവങ്ങളും എന്നെ കണ്ണീരിലാഴ്ത്തും. നമ്മുടെ ഭാര്യ പോകുന്നു നമ്മളെ ഉപേക്ഷിച്ചുകൊണ്ട്. നല്ല സ്നേഹമുള്ള ഇണക്കത്തോടുകൂടി നമ്മളോട് ഇടപഴകിയ, എല്ലാ വിഷയത്തിലും നമുക്ക് താണും തള്ളലും കുളിരും നൽകിയ, തണലും തലോടലുമൊക്കെ നൽകിയ നമ്മുടെ പെണ്ണ് നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നു. ഒരു ഇണ എന്നുള്ള നിലയ്ക്ക് ഈ പെണ്ണിന് നിങ്ങൾ എന്ത് കൊടുത്തു? അവള് പോകുന്ന സന്ദർഭത്തിൽ ഈ പെണ്ണിനെ യാത്രയേക്കാൻ എന്താണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? നമ്മളെന്നെ ഒരുക്കിയിട്ടില്ല. ഭർത്താവ് പോകുന്നു ഭാര്യയെ നിർത്തിക്കൊണ്ട്. പത്രത്തിലൊക്കെ നിങ്ങൾ ധാരാളം വായിക്കണ്ടല്ലോ, അതിന്റെ ഒന്നും ഉദാഹരണങ്ങൾ ആവശ്യമില്ല. ഏതൊക്കെ രീതിയിലാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ചെറിയ കുട്ടി പ്രസവിച്ചു, ഉടനെ തന്നെ ഭർത്താവത പോണ ഒരു പോക്ക്. കുട്ടിയും ഉപ്പയും, ഏതനാഥത്വം, വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും
ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനാഥത്വം എന്ന് പറയുന്നത് വലിയൊരു പരീക്ഷണം തന്നെയാണ്, സമൂഹത്തിനും വലിയ പരീക്ഷണമാണ്. എന്റെ വിഷയം അതല്ല. പക്ഷെ ഈ ഭർത്താവിനെ യാത്രയേക്കാൻ ഈ പെണ്ണ് എന്തൊരുക്കി കൊടുത്തു? എന്താണ് അവൾ ഒരുക്കിയിട്ടുള്ളത്? സ്വന്തം ഭർത്താവിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു ബസ് കയറുകയാണെങ്കിലും ഒക്കെ ഒരുക്കി തരും. നിങ്ങൾ കടയിലേക്ക് പോവുകയാണെങ്കിൽ ചോറൊക്കെ പൊതിഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ തരും. നിങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇസ്ത്രീയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അണിയിച്ചൊരുക്കും. ഇതൊക്കെ നിങ്ങൾ തമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. പക്ഷെ ഈ അവസാനത്തെ പോക്ക്, ആ പോക്കിന് വേണ്ടി എന്താണ് നിങ്ങൾ അവർക്കും ഒരുക്കി കൊടുത്തിട്ടുള്ളത്? ബാക്കിയിലേക്ക് ഞാൻ കടന്നു പോകണില്ല. നമ്മളുമായി ഏറ്റവും അടുത്തുള്ളവർ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, എന്തെന്നില്ലാത്ത പ്രയാസങ്ങൾ സഹിച്ച് നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മ 90 വയസ്സായിട്ട് മരിക്കുകയാണെങ്കിൽ ഉമ്മ തന്നെയാണല്ലോ. അതിന് പകരം ഒരു ബദലില്ലല്ലോ. അതിനോട് കടപിടിക്കുന്ന വേറൊരു വ്യക്തിത്വം ലോകത്ത് വേറല്ലല്ലോ. ഉമ്മ തന്നെയാണ്. ആ ഉമ്മയാണ് ഇവിടെ പറയുന്നത്. ആ ഉമ്മാക്ക് വേണ്ടി എന്താണ് മകനെന്നുള്ള നിലക്ക് നിങ്ങൾ ഒരുക്കി കൊടുത്തത്? എന്താണ് നിങ്ങൾ ഒരുക്കി കൊടുത്തത്? ആ യാത്രയ്ക്ക് വേണ്ടി എന്ത് തയ്യാറെടുപ്പുകളാണ് സ്വന്തം ഉമ്മാക്ക് നമ്മൾ നൽകിയിട്ടുള്ളത്? നമ്മുടെ വാപ്പ പോകുന്നു, 110, 120, 90, 80, 70 ഏത് വയസ്സാവട്ടെ, എന്നെയും നിങ്ങളെയും പോറ്റി വളർത്തിയ, ജീവിതത്തിലെ നല്ലൊരു ശതമാനം സമയവും ഈ കടാകടിയന്മാരെ പോറ്റി വളർത്താൻ വേണ്ടി നെട്ടോട്ടമോടിയ വാപ്പ വീർത്ത് കുളിച്ച് അലഞ്ഞ് തകർന്ന് തളർന്ന് പലതിനും അടിമപ്പെട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എന്തെന്നില്ലാത്ത ഓട്ടമാണ് തെരുവിലും അങ്ങാടിയിലും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ വാപ്പയാണ് ഈ കിടക്കുന്നത്. ഇത് പോണു ഇദ്ദേഹം. വാപ്പാക്ക് വേണ്ടി മകൻ എന്നുള്ള നിലക്ക് എന്തൊരുക്കി കൊടുത്തു നമ്മൾ? ഇതിന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നു, അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഞാൻ. അവരൊക്കെ പോകുന്നത് അല്ല പ്രശ്നം, എനിക്കും പോണല്ലോ. അവനവനെക്കുറിച്ചും നമ്മളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവരെക്കുറിച്ചും ഏത് രീതിയിലാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്? നമുക്ക് വലിയ ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ വലിയ കഴിവുള്ളവരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു, നമ്മുടെ അടുത്ത് എന്തൊക്കെയോ സംവിധാനങ്ങളുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു, എല്ലാറ്റിനെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള ശേഷിയുണ്ട് എന്ന് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ ബുദ്ധി കൊണ്ട് ഏത് നിലവാരത്തിലാണ് കാര്യങ്ങളെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരൊറ്റ ഒരുത്തനെയും ഞാൻ വിടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരാളെയും അല്ലാഹു ഒരു ഇഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ കുറിച്ച് അവൻ മറുപടി പറയുന്നത് വരെ, അവന്റെ ആയുസ്സിനെ കുറിച്ച് മറുപടി പറയുന്നത് വരെ. എല്ലാം വിൽക്കുന്ന കമ്പോളത്തിൽ ആയുസാരം വിൽപ്പനക്ക് വെച്ചിട്ടില്ല. റിലയൻസിന്റെയും വാൾമാർട്ടിന്റെയും അംബാനിയുടെയും ആദിത്യ ബിർളയുടെയും ഷോപ്പിംഗ് മാളിൽ പോയിട്ട് നിങ്ങൾക്ക് ആയുസ് വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. എനിക്ക് ഇത്രയും ആയുസ് നിങ്ങളൊന്ന് കൂട്ടിത്തരണം, എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. ആഗ്രഹങ്ങളും ആശകളും മോഹങ്ങളും പലതും നിർവഹിക്കാനുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്തിരി ആയുസ് കൂട്ടിത്തരുമോ? ഏത് കടയിലാണ് അത് വിൽക്കുന്നത്? ഏത് മാർക്കറ്റിലും ഏത് ആശുപത്രിയിലുമാണ് അത് നിൽക്കുന്നത്? ആരാണ് ആയുസിനെ വിറ്റുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിലെ അസാമാന്യമായ അനുഗ്രഹമാണ് ആയുസ്. ഒരു മനുഷ്യനോ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കോ അതിന്റെ ഭൗതികമായ സൗകര്യങ്ങൾക്കോ നിങ്ങൾക്ക് ഒരുക്കിത്തരാൻ കഴിയുന്ന ഒന്നല്ല ആയുസ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സമയമാകുന്ന അവന്റെ ഖജാനയിൽ നിന്ന് കാലമാകുന്ന നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും നിസ്സാരമായ ജീവിതത്തിന് കാലവും സമയവും ആയുസ്സും അനുവദിച്ചു തന്നത് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങളോട് ചോദിച്ചിട്ടില്ല, എത്ര കാലമാണ് നിനക്ക് വേണ്ടത്, എത്ര സമയം വരെയാണ് നിനക്ക് ആവശ്യമുള്ളത്? നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരാം, അല്ലെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ തരാം, അല്ലെങ്കിൽ നിനക്കത്ര വേണ്ട എന്ന അഭിപ്രായമാണെങ്കിൽ അത് ഞാൻ കുറച്ചു തരാം. ഇതൊന്നും ചോദിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സുമായിട്ട് ആരോടും ഒരു വിലപേശൽ നടത്തിയിട്ടില്ല. നമ്മളോട് ആരോടും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. ആയുസിന്റെ അവസാനത്തെ കണക്ക് പുസ്തകം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ രേഖയിലാണ് ഉള്ളത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നിങ്ങളൊക്കെ മരണത്തിനെ ആസ്വദിക്കുക തന്നെ ചെയ്യും. കിതാബം മുഅജ്ജല, വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണത്. എന്റെ ആയുസ് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി കഴിഞ്ഞുകൂടണമോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്, ഞാനല്ല. ഈ ഇരിക്കുന്നവരിൽ ആരാണ് അടുത്ത ആഴ്ചയെ കാണുക എന്നുള്ളത് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. കാരണം ആയുസിന്റെ കണക്ക് പുസ്തകം, ഞാൻ അതിലേക്ക് പോണില്ല. പറഞ്ഞതിന്റെ ചുരുക്കം, ഹത്താ യുസ്അല അൻ ഉംരിഹി, അവന്റെ ആയുസിനെ കുറിച്ച് ചോദിക്കാതെ അള്ളാഹു വിടില്ല. കാരണം നിങ്ങളുടെ അധ്വാനം കൊണ്ട് കിട്ടിയതല്ല,
നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് കിട്ടിയതല്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ലഭിച്ചതല്ല, നിങ്ങളുടെ മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും നിങ്ങളുടെ സിൽബന്ധികളും നിങ്ങൾക്ക് നൽകിയതല്ല. ആയുസ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹാ അനുഗ്രഹമാണ്. ജീവിതമാകുന്ന പരീക്ഷണത്തെ അഭിമുഖീകരിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളിൽ നിന്നാണ് ആയുസ് എന്ന് പറയുന്നത്. ഫീമാ അഫ്നാഹു, എങ്ങനെ തുലച്ചടോ നീ അതിനെ, എങ്ങനെ നശിപ്പിച്ചടോ നീ അതിനെ, എങ്ങനെയാണോ നീ അതിനെ മുടിച്ചത്? ഒരിക്കലും നിനക്ക് എവിടെ നിന്നും പെറുക്കിയെടുക്കാൻ കഴിയാത്ത, വലിച്ചുകൂട്ടാൻ പറ്റാത്ത, നിനക്ക് നിറച്ചുകൊണ്ടുപോകാൻ കഴിയാത്ത നിന്റെ ആയുസ്സിനെ, നിന്റെ സമയത്തെ, നിന്റെ കാലത്തെ, നിന്റെ നിമിഷങ്ങളെ, നിന്റെ മിനിറ്റുകളെ, നിന്റെ മണിക്കൂറുകളെ, നിന്റെ ദിവസങ്ങളെ, ആഴ്ചകളെ, മാസങ്ങളെ, വർഷങ്ങളെ എങ്ങനെ തുലച്ചടോ നീ, എങ്ങനെ മുടിച്ചടോ നീ, എങ്ങനെ നശിപ്പിച്ചു കളഞ്ഞടോ നീ? ഫീമാ അഫ്നാ, എന്തിനാണടോ നീ നശിപ്പിച്ചത്? എന്തിനാണടോ നീ നശിപ്പിച്ചത്? എങ്ങനെയാണടോ നീ ഒക്കണ്ട അർത്ഥത്തിൽ ഫീമാ അഫ്നാ. ആയുസ് അള്ളാഹുവിന്റെ വരദാനമാണ്. എന്നിട്ടാ നബി തിരുമേനി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ബുദ്ധിയുണ്ട് എന്നാണ് ഇന്ത്യയുടെയൊക്കെ വിചാരം. എല്ലാ സംഗതിയും എല്ലാം നടത്തിക്കൊടുക്കുമെന്നുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിടത്ത് വിശദീകരിച്ചു, ആരാണ് ബുദ്ധിമാൻ? റസൂലിന്റെ അടുത്ത് എന്നിട്ട് ഒരാൾ ചോദിച്ചു, ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ? അൻ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു ഖാൽ, ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നു, അൽ കയ്യിസ്, ബുദ്ധിയുണ്ട് എന്ന് പറയുന്നവൻ, മൻ ദാന നഫ്സിഹി വഅമില ലിമാ ബഅദൽ മൗതി, സ്വന്തം നഫ്സിനെ കീഴ്പ്പെടുത്തിയവൻ, സ്വന്തം മനസ്സിനെ കീഴ്പ്പെടുത്തിയവൻ, സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും തടഞ്ഞു നിർത്താൻ കഴിഞ്ഞവൻ, അവനാണ് ബുദ്ധിയുള്ളവൻ. വഅമില ലിമാ ബഅദ മൗതിഹി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി അവൻ കർമ്മങ്ങളെ മാറ്റിപ്പണിതു, അവനവന്റെ പ്രവർത്തനങ്ങളെ മാറ്റിപ്പണിതു, അവനവന്റെ നിലപാടുകളെ മാറ്റിപ്പണിതു, അവന്റെ ഓരോ സമീപനങ്ങളും മരണാനന്തര ജീവിതത്തിന് വേണ്ടിയാക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരിക. നമ്മൾ ഇന്ന് ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ന് രാവിലെ നേരം വെളുത്തത് മുതൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾ കിടന്നുറങ്ങും എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതുവരെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തിലെല്ലാം നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എങ്ങനെയെല്ലാം നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എവിടെയെല്ലാം നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിനാണിത്? ലിമാ അമില ബിഹി ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തിന് അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയാണോ? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് അഭിമുഖീകരിക്കാൻ വേണ്ടിയാണോ? ആണെങ്കിൽ അൽഹംദുലില്ലാഹ്, അതിനാണ് എന്റെ കച്ചവടം, അതിനാണ് എന്റെ ബിസിനസ്, അതിനാണ് എന്റെ തൊഴില്, അതിനാണ് എന്റെ ഉദ്യോഗം, അതിനാണ് എന്റെ കുടുംബം, അതിനാണ് എന്റെ കുട്ടികൾ, അതിനാണ് എന്റെ വിദ്യാഭ്യാസം, അതിനാണ് എന്റെ ആരോഗ്യം. എന്റെ ജീവിതത്തിലൂടെ ഒരു ദിവസം ഞാൻ കയറിയിറങ്ങുന്ന ചെറിയതും വലിയതുമായ ഏതൊരു കാര്യങ്ങളും അവൻ ഒരുക്കി വച്ചിരിക്കുന്നു. ലിമാ ബഅദൽ മൗതി, മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി. ഞാനും അങ്ങനെയാ, ഞങ്ങളെ കുറ്റപ്പെടുത്തൊന്നുമല്ല, എന്റെ അവസ്ഥയാണ് ഞങ്ങളോട് പറയുന്നത്. ഞാനേതായാലും അങ്ങനെ ആയിട്ടില്ല, നമ്മളാരും അങ്ങനെയല്ല. മരിക്കുമ്പം വിളിക്കുമ്പോൾ പോവാണ്. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും, ചെറിയതും വലിയതുമായ ഓരോ പ്രവർത്തനങ്ങളെയും നബി തിരുമേനി മറ്റൊരിടത്ത് വിശദീകരിച്ചിട്ടുണ്ട്. മരിച്ചവരൊക്കെ മരിച്ച കോലത്തിലാ വരിക. കള്ളുഷാപ്പിൽ നിന്ന് മരിച്ചവൻ കള്ളുഷാപ്പിൽ നിന്ന് മരിച്ചുകൊണ്ട്, പെണ്ണ് പിടിച്ചു മരിച്ചവൻ പെണ്ണ് പിടിച്ചു മരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങുന്നവൻ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങുന്നവനായി മരിച്ചവൻ മരിച്ച കോലത്തിൽ വരും. എവിടെന്ന്, എപ്പം, എങ്ങനെ, ഏത് രീതിയിൽ, എവിടെന്ന് മരിച്ചു, എങ്ങനെ മരിച്ചു? അത് മാത്രമല്ല, അല്ലാത്തൊക്കെ ആലോചിക്കാം. നല്ല രീതി നിസ്കരിച്ചുകൊണ്ടിരിക്കണം. നിസ്കാരം മാത്രമാണ് നല്ല പ്രവർത്തനം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. നിങ്ങൾ നല്ല കച്ചവടക്കാരാണെങ്കിൽ കച്ചവടത്തിന് മരിച്ചാലും നിങ്ങൾക്ക് കൂലി തന്നെയാണ്. നിങ്ങൾ പറ്റിക്കണില്ല, കൊള്ളലാഭം നടത്തണില്ല. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ്, ഓഫീസിൽ ജോലി എടുക്കുമ്പോൾ നിങ്ങൾ മരിക്കുന്നു, പക്ഷേ നിങ്ങൾ ഒരുത്തനെയും പറ്റിച്ചിട്ടില്ല, ഒരാളെയും കൈക്കൂലിക്ക് വിധേയമാക്കിയിട്ടില്ല, ആരുടെയും കള്ള റെക്കമെന്റുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു അവിഹിത പ്രവർത്തനവും നിങ്ങൾ നടത്തിയിട്ടില്ല. നിങ്ങളുടെ ഉദ്യോഗസ്ഥത്തിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ബസ്സിൽ എവിടുന്ന് മരിച്ചു? പക്ഷേ മരിക്കുന്നത് മുഴുവൻ ഏറ്റവും ഏത് രീതിയിലാണോ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും? അതിന്റെ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ബസ്സിലിരുന്നിട്ട് മരിക്കുക, ഒരാളെ തട്ടിയിട്ടും ആളെ എണീക്കണില്ല, അടുത്ത സ്റ്റോപ്പ് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ആളാണ്ട് എണീക്കണില്ല. ഇവിടുന്ന് കോഴിക്കോടുക്ക് പോകാന്നാ പറയണത്. എന്നാ വിളിച്ചിട്ട് ആൾ എണീക്കണ്ടേ? ഒരനക്കമില്ല. ആള് കോഴിക്കോടുക്കല്ല, ദീർഘയാത്രക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആള് പോവാ, വീട്ടിൽ നിന്ന് പോകുന്ന ബസ്സിലിരുന്നപ്പോ മൂപ്പർ അറിഞ്ഞിട്ടില്ല, എന്റെ ടിക്കറ്റ് വളരെ ദീർഘമാണ്, എന്റെ കഥ തീരുന്നു, ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ അവസാനത്തെ ഇറക്കമാണ്. ബസ്സിലിരുന്ന് ഇരുന്ന ഇരിപ്പിൽ ആള് യാത്ര പോയിരിക്കുന്നു. എവിടേക്കാണ് നിങ്ങളുടെ യാത്ര? നിങ്ങളുടെ ബസ്സിൽ എങ്ങോട്ടാ പുറപ്പെട്ടത്? നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ എങ്ങോട്ടാ പുറപ്പെടുന്നത്? നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണോ?
ഏറ്റവും മൂല്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിക്കുന്ന കർമ്മങ്ങൾക്ക് വേണ്ടിയാണോ? ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവും അന്ത്യദിനം വിശാലത്ത് നമുക്ക് ആവശ്യമില്ല. മരണാനന്തര ജീവിതമില്ലെങ്കിൽ, മരണത്തിന് ശേഷം ഒരു ചർച്ചയും നിലപാടുകളും സമീപനങ്ങളും ഇല്ലെങ്കിൽ എന്തിനാ അള്ളാഹ് നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. മരണാനന്തര ജീവിതം വിശാലത്ത് എന്തിനാ നബിമാര്, എന്തിനാ ഖുർആനും ബൈബിളും ഗീതയും സന്തവസ്ഥയും തിരുക്കുറളും ഒക്കെ, എന്തിനാ പ്രവാചകന്മാരും പുണ്യപുരുഷൻ? ആരും ആവശ്യമില്ല. പക്ഷെ പ്രശ്നം ബഅദൽ-ആഖിർ, യഥാർത്ഥത്തിൽ ജീവിതം കാത്തിരിക്കുന്നു. മരണാനന്തര ജീവിതം, മരിച്ചതിന് ശേഷമുള്ള ജീവിതം, ഇത് അംഗീകരിക്കുകയും അംഗീകരിക്കാത്ത ഒരു വിഭാഗം ലോകത്തില്ല. പക്ഷേ വഹും ബിൽ ആഖിറതി ഹും ഗാഫിലൂൻ, അവരശ്രദ്ധയിലാണ്. ഞാൻ നിങ്ങളൊക്കെ അശ്രദ്ധയിലാണ്. എന്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല. നിങ്ങളുടെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു പോലെ ആജിസ്, ആരാണ് ബുദ്ധികെട്ടവൻ, ആരാണ് കഴിവില്ലാത്തവൻ? മനിത്തബഅ നഫ്സഹു ഹവാഹ, തോന്നിയ പോലെ ഒഴുകി, എല്ലാറ്റിന്റെ പിന്നാലെയും ഒഴുകി, താൻ തോന്നികളും തന്നിഷ്ടക്കാരുമായി സംഭവിച്ചു, ജീവിച്ചു. തമന്ന അലല്ലാഹ്, എന്നിട്ടോ വിചാരിച്ച് ഇടക്കൊക്കെ നോൽമെടുത്തിക്കണ്, കുറച്ചൊക്കെ നിസ്കരിച്ചിരിക്കണ്, അല്ലറ ചില സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. തമന്ന അലല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് വലിയ വ്യാമോഹം വെച്ച് പുലർത്തുകയും ചെയ്തവൻ, അള്ളാഹുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് കുറച്ചൊന്നെ കഴിച്ചിലാക്കിയിരിക്കും, ഞാനങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ല, പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടുള്ള ആളാണ് ഞാൻ. ഇങ്ങനെയുണ്ടല്ലോ, ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അക്രമങ്ങൾ മാത്രമാവുകയും ആ അക്രമത്തിൽ ജീവിക്കുകയും തൊലയുകയും ചെയ്തവൻ. അവസാനം വതമന്ന അലല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് വലിയ ആശകൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. അള്ളാഹു ഒരിക്കലും ആശകൾക്ക് കൂലി, നന്മയുള്ള ആശകൾക്കാണെങ്കിൽ കൂലി തരും, അതല്ലാത്തൊരാശക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കൂലി തരൂല. വിശുദ്ധ ഖുർആൻ സൂറ മുഹമ്മദ്, ഫകൈഫ ഇദാ തഫഖത്തുഹുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നാൽ എങ്ങനെയുണ്ടാകും? അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ വന്നാൽ എങ്ങനെയുണ്ടാകും? യദ്രിബൂന വുജൂഹഹും, നിങ്ങളെ മുഖത്തൊക്കെ കരണക്കുറ്റിക്ക് മാറി വേറി വീശി അടിച്ച്, മുഖത്തടിക്കാതാ പറയണത്. തവഫത്തുഹുൽ മലായിക, മുഖത്തടിക്കാൻ പാടില്ല. ഇസ്ലാമിൽ ആരെയും മുഖത്തടിക്കാൻ പാടില്ല, അത് വലിയ കുറ്റ. ഒരാളെയും വ്യക്തിത്വത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഅനത്തിൽ വുജൂഹ്, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ അടയാളമാണ് അവന്റെ മുഖം. ചിന്തയും കാഴ്ചയും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ളത് ഈ തലയില. ആ തലയെ പേറുന്നതാണ് മുഖം. മനുഷ്യനാണ് അവന്റെ മുഖം. അതുകൊണ്ട് ആ മനുഷ്യനെ മുഖത്തടിക്കരുത്, അവനെ അപമാനിക്കരുത് എന്നൊരു ഭാഗത്ത് പഠിപ്പിക്കുമ്പോൾ, മറുഭാഗത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ, മരണാനന്തര മാലാഖമാർ നിങ്ങളെ കൊണ്ടുപോകാൻ വരുമ്പോൾ അല്ലാഹ് പറയണം, ഫകൈഫ ഇദാ തഫഫത്തുഹുൽ മലായിക, മലക്കുകൾ നിങ്ങളെ കൊണ്ടുപോകുന്ന രംഗം എങ്ങനെയുണ്ടാകും? യദ്രിബൂന വുജൂഹഹും, നിങ്ങളുടെ മുഖത്ത് മാറി മാറി വീശി അടിച്ചുകൊണ്ട് മുഖം മുഴുവൻ അടിച്ച് പരത്തും അവര്. എനിക്കതിന്റെ ഭീകരതൊന്നും ഭാഷ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. ഏതായിരിക്കും ആ അനുഭവം? എത്രമാത്രമായിരിക്കും ആ വേദനയുടെ അളവ്? എങ്ങനെയായിരിക്കും ഒരു ആത്മാവ്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുക? അള്ളാഹുവിന്റെ മലക്കുകൾ കുറ്റവാളിയായ ആത്മാക്കളാണ് നിങ്ങളെങ്കിൽ, നമ്മളെങ്കിൽ മുഖത്തടിച്ചുകൊണ്ട് വാദഭാരവും അവന്റെ പുറത്തും അടിയോടടി, മുഖത്തും പുറത്തും അടിക്കുക എന്ന് പറഞ്ഞ ആഗമ സകലം അടി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊന്നും അല്ലറ ചില്ലറ ചൂരൽ പ്രയോഗമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. അള്ളാഹുവിന്റെ മലക്കുകളും അതിന്റെ പ്രകടനങ്ങളും നമ്മൾ ഭൂമിയിൽ കാണുന്ന അളവുകളുടെയും മാനദണ്ഡങ്ങളുടെയും അപ്പുറത്താണ് അവർ നമ്മുടെ ആത്മാക്കളോടും നമ്മുടെ ശരീരത്തോടും സ്വീകരിക്കുന്ന നിലപാട് എന്ന് വേറെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാ? ദാലിക ബിഅന്നഹും, ഇവരായിരുന്നു, തബഉ, അവര് പിൻപറ്റിമാ അസ്ഖതല്ലാഹ്, ചെയ്തത് മുഴുവൻ അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന കാര്യങ്ങളാ, അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന കാര്യങ്ങളാ. നിങ്ങളെടുത്ത് പരിശോധിക്ക്, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കടന്നിറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതൊക്കെയാണ് അള്ളാഹുവിനെ കോപിപ്പിക്കാത്തത്, അള്ളാഹുവിനെ മുഷിമിപ്പിക്കാത്തത്, അള്ളാഹുവിന്റെ താൽപര്യങ്ങളെ ഹനിക്കാത്തത്, അള്ളാഹുവിന്റെ നിലപാടുകളോട് യോജിക്കാത്തത്? ഏതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ? ഒരു ദിവസം നമ്മൾ വിശകലനം ചെയ്യുക. മാ അസ്ഖതല്ലാഹ്, എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ കോപിപ്പിക്കുന്നതായിരുന്നു. വകരിഹൂ റിദ്വാനഹു, അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി ആവശ്യമുണ്ടായിരുന്നില്ല. സ്വന്തം ശരീരത്തിന്റെ താൽപര്യങ്ങൾ, കുടുംബം, നേതാക്കന്മാർ, അനുയായികൾ, സംഘടനകൾ, കാശ്, സമ്പത്ത്, അതുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ, അതിന്റെയൊക്കെ ഇഷ്ടം കിട്ടിയാൽ മതി. എനിക്ക് ഇന്നെ ഇഷ്ടപ്പെടുത്തണം, അതിനെനിക്ക് വേറെ എന്ത് ചെയ്താലും കാര്യമില്ല. എന്റെ പെണ്ണുങ്ങളെ ഇഷ്ടം കിട്ടണം, എന്റെ മക്കളെ ഇഷ്ടം കിട്ടണം, എന്റെ വാപ്പാന്റെ ഇഷ്ടം കിട്ടണം, എന്റെ പാർട്ടിയുടെ ഇഷ്ടം കിട്ടണം, എന്റെ നേതാക്കന്മാരുടെ ഇഷ്ടം കിട്ടണം,
എന്നെ പിൻപറ്റുന്നവരുടെ ഇഷ്ടം കിട്ടണം, എനിക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ ഇഷ്ടം കിട്ടണം. അള്ളാന്റേത് മാത്രം ആവശ്യമില്ല. ആരുടെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്? ആരുടെ ഇഷ്ടമാണ് വേണ്ടത്? നിങ്ങളുടെ കയ്യിൽ കടന്ന് മരിക്കുന്ന നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടമാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളെ ഇട്ടുപോകുന്ന നിങ്ങളുടെ ഭാര്യയുടെ ഇഷ്ടമാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ഇട്ടുപോകുന്ന ഭർത്താവിന്റെ ഇഷ്ടമാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളിൽ നിന്ന് വേർപിരിയുന്ന വാപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടമാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങൾ പിൻപറ്റുന്നവർ, നിങ്ങളുടെ വലിയ വലിയ ആളുകൾ, നിങ്ങൾക്ക് കാശിറക്കിയവർ, ഉദ്യോഗസ്ഥന്മാർ, ആരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? അള്ള പറയുന്നു, അള്ളാന്റെ ഇഷ്ടം മാത്രം വെറുത്തു, ബാക്കിയുള്ളവരൊക്കെ ഇഷ്ടവന് ഇഷ്ടമായിരുന്നു. പക്ഷേ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടത്തെ അവൻ ഭയപ്പെടുകയും അവൻ വെറുക്കുകയും ചെയ്തു. അതുകൊണ്ട് അവന്റെ പ്രവർത്തനം മുഴുവൻ അള്ളാഹു നിഷ്ഫലമാക്കി. നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മളുടെ ആരോഗ്യം, നമ്മുടെ അധ്വാനം, നമ്മളുടെ പെടാപ്പാടുകൾ, നമ്മുടെ കഠിന പരിശ്രമങ്ങൾ, നമ്മുടെ ക്ലേശങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിലെ വലിയ മരുഭൂമികൾ, കയറ്റങ്ങൾ കയറിയിറങ്ങി ഏതിലൂടെയൊക്കെ സഞ്ചരിച്ചാണ് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലക്കും, ഒരു കുടുംബം എന്നുള്ള നിലക്കും, ഒരു സമൂഹം എന്നുള്ള നിലക്കും, രാഷ്ട്രം എന്നുള്ള നിലക്കുമൊക്കെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ സമതലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കും. ഏതൊക്കെ ഘട്ടങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു, എങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോയി, എന്തിനൊക്കെ വേണ്ടി എങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. അല്ലാഹു പറയുന്നു, എല്ലാം വട്ടപൂജ്യം. അള്ളാഹു എല്ലാറ്റിനെയും നിഷ്ഫലമാക്കിയിരിക്കുന്നു. നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹു നിഷ്ഫലമാക്കിയിരിക്കുന്നു. കാരണം നിന്റെ പ്രവർത്തനങ്ങളുടെ മാനദണ്ഡം അള്ളാഹുവായിരുന്നില്ല, അള്ളാഹുവിന്റെ സംതൃപ്തിയായിരുന്നില്ല, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താല്പര്യങ്ങളായിരുന്നില്ല. അതുകൊണ്ട് എല്ലാം നാം നിനക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൊണ്ട് ആലോചിക്കും. ഒരു ദിവസം, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇനി നാളെ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ തൃപ്തി എവിടെയതിൽ, അള്ളാഹുവിന്റെ പൊരുത്തം എവിടെയതിൽ, നമ്മുടെ ഏറ്റവും ചെറിയതും വലിയതുമായ ഏതൊരു പ്രവർത്തനങ്ങളുടെയും സൂക്ഷ്മമായ കണക്കെടുപ്പ്, അതിന്റെ ഏറ്റവും മൈക്രോ ലെവലിലുള്ള വിശകലനം, എല്ലാ തലങ്ങളും. നമ്മൾ വിചാരിക്കും ഒരു 100 രൂപ കൈക്കൂലി വാങ്ങിയാൽ ഞാനല്ലേ വാങ്ങിയിട്ടുള്ളത്, ഒരു 10 രൂപ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറ്റിച്ച 10 രൂപയുടെ കേസല്ലേ. പക്ഷെ അതൊന്നുമല്ല. തുടർന്നു പോകുന്ന, നീണ്ടുപോകുന്ന കുറ്റകൃത്യങ്ങളുടെ മഹാപരമ്പരയിൽ അത് മുഴുവൻ ചെന്ന് മുട്ടും. ഏറ്റവും നിസ്സാരമായൊരു പ്രവർത്തനം പോലും, ഒരു വെള്ളത്തിലെ കല്ലിട്ട് അതുകൊണ്ടിട്ടില്ലെങ്കിൽ ആ വെള്ളത്തെ മുഴുവൻ ഇളക്കും, വെള്ളത്തെ മുഴുവൻ ഇളക്കും. നിങ്ങൾ ഇവിടെ ഒരു കല്ലിട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ആ കല്ലുകൊണ്ട് ആ വെള്ളം മുഴുവൻ ഓളം തട്ടുന്നത് പോലെ ഏറ്റവും ചെറിയ നിസ്സാരമായ പ്രവർത്തനങ്ങൾ പോലും അപ്പൊ അല്ലാഹു നിങ്ങൾ ചെയ്തത് മാത്രമല്ല എഴുതി വെക്കുക, ആ ചെയ്തതിന്റെ പരിണിത ഫലങ്ങൾ, അത് അനുഭവിച്ചവർ, അതിന്റെ ഗതികേടിലൂടെ കടന്നുപോയവർ, അതുകൊണ്ട് ചൂഷണം ചെയ്യപ്പെട്ടവർ, അതിലൂടെ ആക്രമിക്കപ്പെട്ടവർ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടവർ, എല്ലാവരുടെയും കുറ്റകൃത്യങ്ങൾ നിന്റെ മുതുകിൽ, നിന്റെ ചുമലിൽ, നിന്റെ മുഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചാർത്തി വെക്കും. ഫഅഹ്ബത അഅമാലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ നിഷ്ക്രിയമാക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വന്തം ജീവിതത്തെ സൂക്ഷ്മമാക്കുക, നന്നായിട്ട് സൂക്ഷിക്കുക. ഫമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ചെറുതാണോ, ഏറ്റവും ചെറുതാണെങ്കിലും അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഇനി വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, ഏറ്റവും ചെറിയ തെറ്റുകളും കുറ്റങ്ങളുമാണോ, അതും പ്രശ്നം തന്നെയാണ്. നിങ്ങളെ അത് അല്ലാഹു കാണിപ്പിക്കും. യൗമഇദി അസ്താതല്ലിറു അഅമാലഹും, മുഴുവൻ മനുഷ്യരെയും ജനവിഭാഗങ്ങളെയും സംഘങ്ങളെയും സംഘടനകളെയും ഒക്കെ അസ്താതല്ലിറു അഅമാലഹും, ഭൂമിയിൽ അവര് ചെയ്ത കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എണീപ്പിച്ച് ഞാൻ കൊണ്ടുവരും. അതിന്റെ മറ്റു വശങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അഷ്ടാതല്ലി ഉറാവ് എന്നാ പറയണത് സംഘങ്ങളെ മുഴുവൻ, പാർട്ടികൾ, സംഘടനകൾ, നേതാക്കന്മാർ, അനുയായികൾ, വ്യത്യസ്തമായ സാധനങ്ങളുണ്ടല്ലോ ലോകത്ത്. ഞാനൊരു പാർട്ടി ഉണ്ടാക്കണം, എന്തിന്? എനിക്കൊരാശയം, അപ്പൊ അതിനെ കൊണ്ടുവരിക. നിങ്ങളൊരു സംഘടന ഉണ്ടാക്കുന്നു, അതിനെ കൊണ്ടുവരും. ഏത് സംഘടനയാണെങ്കിലും ആഭരണ തൊഴിലാളിയോ, ഇരുമ്പ് തൊഴിലാളിയോ, പൊന്ന് തൊഴിലാളിയോ, അതല്ല കള്ള തൊഴിലാളിയോ, ഇനി എല്ലാത്തിനും സംഘടനകളാണല്ലോ ഇപ്പോ. എല്ലാരും സകല സംഘടനകളെയും നാം കൊണ്ടുവരും, അതിന്റെ നേതാക്കന്മാരെയും അനുയായികളെയും ഒക്കെ കൊണ്ടുവരും. അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ മുഖങ്ങളും നമ്മളറിയില്ല. ഞാൻ ഇവിടെ ചെയ്താലും ഇവിടെ മാത്രമേ ഞാനറിയുള്ളൂ, അപ്പുറം എന്ത് സംഭവിക്കുന്നു ഞാൻ ആലോചിക്കില്ല. അതിന്റെ പ്രത്യാഘാതങ്ങൾ, അതിന്റെ പ്രകമ്പനങ്ങൾ, അത് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ, ഇതൊന്നും ഞാൻ നോക്കൂല. എനിക്കിപ്പോഴേ മാത്രമേ ഞാൻ നോക്കുള്ളൂ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ഏതൊരു ചെറിയ പ്രവർത്തനത്തിന്റെയും അറ്റമില്ലാത്ത, ആഴമില്ലാത്ത വിശാലതകൾ മുഴുവൻ അഅമാലഹും നിങ്ങളെ മുമ്പിൽ കാണിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടുവരും.
കൊണ്ട് സ്വയം ശുദ്ധീകരിക്കുക, നന്നായിട്ട് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിലെ ചെറിയതും വലിയതുമായ ഏതൊരു കാര്യത്തിലും പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എന്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഞാൻ പറയണില്ല, ഏതായാലും റമദാൻ മാസം വരാൻ പോവുകയാണ്. ഇത് ജമാദുൽ ആഖിറാണ് മാസം. ജമാദുൽ ആഖിർ, പിന്നെ റജബ്, ഷഅബാൻ. ഈ 2.5 മാസം 3 മാസം കഴിയുന്നതോടുകൂടി പരിശുദ്ധ റമദാൻ കടന്നു വരും. ഞാൻ ഈ വിഷയം നിങ്ങളോട് പറഞ്ഞു തന്നെ റമദാനെ സ്വീകരിക്കാനും സ്വന്തം ജീവിതത്തിനെ ശുദ്ധീകരിക്കാനും റമദാൻ മാസത്തിൽ മാത്രം ഒരുങ്ങാന്നുള്ളതിൻ്റെ അപ്പുറം കഴിഞ്ഞൊരു വർഷം നമ്മളിവിടെ ഒരു വർഷം തീരുകയാണ്. റമദാൻ പിന്നിട്ട് പോയിട്ട് ഒരു വർഷം പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. ജമാദുൽ ആഖിർ കഴിഞ്ഞ റജബും ഷഅബാനും അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മാസങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവെ റജബിലും ഷഅബാനിലും ഒക്കെ ഞങ്ങൾ അനുഗ്രഹിക്കണം, റമദാനെ ഞങ്ങളിലേക്ക് എത്തിക്കണം, അതനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കുക. നിസ്കാരത്തിലും അതിന് ശേഷമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവെ റമദാനെ അനുഭവിക്കാൻ, അതിൽ കഴിച്ചുകൂട്ടാൻ, കാലങ്ങളിൽ, സമയങ്ങളിൽ, ആയുസ്സുകളിൽ ഏറ്റവും മഹനീയമായ സ്ഥലങ്ങളിൽ മക്കയാണ്, കാലങ്ങളിൽ റമദാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാലമുണ്ടല്ലോ, അളവില്ലാത്ത കാലം, അള്ളാഹു നമുക്ക് എഗ്രിമെന്റ് തരാത്ത കാലം, ആ ആയുസ്സിലും കാലത്തിലും ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച സമയം അതാണ് പരിശുദ്ധ റമദാൻ. പരിശുദ്ധ റമദാൻ, ആ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുക. ഖുർആൻ പാരായണവും സുന്നത്തുസ്കാരവും പ്രാർത്ഥനകളും ഒക്കെ തുടങ്ങിക്കോ. നെട്ടോട്ടൊക്കെ ഓടാം അള്ളാഹ്ക്ക് വേണ്ടി, അവനാന് വേണ്ടിയിട്ടല്ല, വേറെന്തെങ്കിലും വേണ്ടിയിട്ടല്ല, എന്തോ കൃത്രിമത്വങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഒക്കെ നാളെ അള്ളാഹുവിന്റെ അടുത്ത വരവായിരിക്കും എന്നുറപ്പുവരുത്തുന്ന രീതിയിൽ എല്ലാറ്റിന്റെയും ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ നിർണയിക്കുകയും ഏറ്റവും നന്മയിൽ, മൂല്യങ്ങളിൽ കാര്യങ്ങൾ ചെയ്യാൻ ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കുക. പരിശുദ്ധ റമദാനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങി വെക്കുക. ഖുർആൻ പാരായണവും ഓത്തും അതുപോലെ നിസ്കാരമൊക്കെ അന്ന് പുസ്തകം തുറന്നിട്ട് ഓത്ത് തുടങ്ങലല്ല, ഓട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നേരത്തെ തുടങ്ങുക. ഇപ്പൊ തന്നെ റമദാനെ ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാനും നിങ്ങളുമൊക്കെ ആരംഭിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. റമദാന്റെ മുമ്പാണ് പോണതെങ്കിലോ കഴിഞ്ഞ റമദാനുള്ളൂ. റമദാൻ ഈ പോലും ആൾക്കാർ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഉപ്പാന്റെ കബറ് കാണാൻ പോയി. ഞാൻ ഇപ്പോൾ ഒരാഴ്ചയിൽ ഇങ്ങനെ പോകലുണ്ട്. അപ്പോൾ ഒരു കബറ് 2 അവിടെ കുഴിച്ചിട്ടുണ്ട്. രണ്ട് കബറ് കുഴിച്ചിടും, ഈ കുഴിച്ചിട്ട് വെക്കലുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച പോയപ്പോഴും ആ 2 കബറും അങ്ങനെ തന്നെ അവിടെ ഉണ്ട്, കുഴിച്ചിട്ട കബറ്. ഈ ആഴ്ച ഇന്നലെ പോയി നോക്കുമ്പോൾ 2 കബറും മൂടിയിരിക്കുന്നു. 2 കബറും മൂടിയിരിക്കുന്നു. അതിക്ക് ആള് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് ആരാടെ ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ 2 ആൾ ഇതിന്റെ ഉള്ളിലേക്ക് പോയി, 2 ആളുകൾ പോയിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ വ്യാഴാഴ്ച ചെല്ലുമ്പോഴൊക്കെ 2 കബർ അവിടെ ഉണ്ട്, കുഴിച്ചിട്ട കബർ അവിടെ കിടക്കുക. പക്ഷേ ഈ ആഴ്ച ചെല്ലുമ്പോൾ 2 കബർ മൂടിയിരിക്കുന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, KC കരീം മൗലവി എന്ന് പറയും. അദ്ദേഹമാണ് ഒന്ന്. നല്ല മനുഷ്യനായിരുന്നു, കോൺഗ്രസ്സുകാരനാണെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കോൺഗ്രസിന്റെ ജില്ലാ നേതാവൊക്കെ ആയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അതിലപ്പുറം കാര്യമായിട്ടൊന്നും പാർട്ടി കൊണ്ടൊന്നും സമ്പത്തൊന്നും ഉണ്ടാക്കിയ ഒരാളൊന്നുമില്ല. ഒന്ന് അദ്ദേഹമാണ് പോയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നമുക്കൊക്കെ പുറത്തു വരുമാറാകട്ടെ. അവിടെ പോയി ഇപ്പൊ ഒരു കബർ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ 2 മൂടിയപ്പോൾ പുതിയൊരു കബർ അവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. കരിങ്കല്ല, മറ്റേ ചെങ്കല്ലായതുകൊണ്ട് അത് കുഴിച്ച് നേരത്തെ വെക്കുകയാണ്. ആരാണ് അടുത്ത ഊടെന്നുള്ളത് അടുത്ത ആഴ്ച നിന്നാലും അറിയുക. കബറെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് പൊയ്ക്കോളും. എല്ലാ കബറുകൾക്കും പോണൊക്കെ നല്ലതാ. പാപ്പയും ഇമ്മയും കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട്. പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണത്, കബർ സന്ദർശിക്കുക എന്നുള്ളത്. ജീവിതത്തിന്റെ ആഴവും വലുപ്പവും ഒക്കെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല സംഗതികളിൽ ഒന്നാണ് കബർ. ധാരാളം പാഠങ്ങൾ നിങ്ങൾക്ക് തരും. അവിടെ കിടക്കണ ആളും നിങ്ങളും കൂടി ഏറ്റുമുട്ടുമ്പോൾ കുറെ ചോദ്യങ്ങൾ വരും. എന്റെ കുട്ടിയാണ് ഈ കിടക്കുന്നത്, എന്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത്, എന്റെ ഉപ്പയാണ് ഈ കിടക്കുന്നത്, എന്റെ ഉസ്താദുമാരും എന്റെ സഹപ്രവർത്തകരും എന്റെ നേതാക്കന്മാരും ഒക്കെയാണ് ഈ കിടക്കുന്നത്, എന്റെ അയൽപക്കക്കാർ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ കൂട്ടുകാർ, എന്നോടൊപ്പം പല രീതിയിലും സഞ്ചരിച്ചവർ എന്നിവരിതിന്റെ അടിയിലാണ്. അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് നിസ്സഹായമായ ഒരു വിളി ഉള്ളിന്റെ ഉള്ളിന്ന് പുറത്തു വരാൻ
ഇടയ്ക്ക് പറ്റുമെങ്കിൽ ഖബറങ്ങളൊക്കെ പൊയ്ക്കോ. ഇരിക്കുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലവും കുഴിയൊക്കെ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ പോയതുപോലെ നാളെ മറ്റന്നാൾ ഈ റമദാൻ വരുന്നതിന് മുമ്പ് പോവുകയാണെങ്കിലോ റമദാന് കാത്തിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞു. ഓത്തും നിസ്കാരവും പ്രാർത്ഥനയൊക്കെ തുടങ്ങിക്കോ. അത് റമദാനിൽ കൂടുതൽ അലങ്കാരമാവട്ടെ. ഇപ്പൊ തന്നെ ഇനി നിങ്ങളെയൊക്കെ നമ്മൾ ഒരുക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിലനിർത്താനും പടച്ചറബ്ബ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. നീ ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയില്ല ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, സുഹൃത്തുക്കളും കൂട്ടുകാരും ഇണകളും മക്കളും ഒക്കെ ഉണ്ട്. അല്ലാഹുവേ, അവരോടൊക്കെ നീ പൊറുക്കടേ തമ്പുരാനെ. അവരോടൊക്കെ നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഖബറിലെ, ബർസഖിലെ, മഹ്ശറയിലെ, നരകത്തിലെ വേദനാജനകമായ അവസ്ഥകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളോടൊക്കെ നീ കരുണ ചെയ്യുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്ടില് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മാരും ഉപ്പാരും ഒക്കെ ഉണ്ട്. വയസ്സായവര്, രോഗങ്ങൾ കടിമപ്പെട്ടവര്, പിച്ചുമ്പേയും ഒക്കെ പറയാൻ തുടങ്ങിയവര്, പല പ്രയാസങ്ങളുള്ള ഞങ്ങളെ വാപ്പാരും ഉമ്മാരും ഒക്കെ ഉണ്ട്. അല്ലാഹുവേ, അവരോടും നീ പൊറുക്കടേ തമ്പുരാനെ. അവരുടെ രോഗങ്ങളിലും അവരുടെ ശരീരത്തിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ ആശ്വാസവും ശിഫയും നൽകി നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അവരോടൊക്കെ നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളെ ഇണകളും കുട്ടികൾക്കും ഉണ്ട്. ഓൽക്ക് വേണ്ടിയിട്ടായി നെട്ടോട്ട് ഓടുന്നത്. ജുമായ്ക്ക് വരാൻ കഴിയാത്തതും വൈകി വരുന്നതും നേരത്തെ കാലത്ത് എണീച്ച് പോണമൊക്കെ ഈ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ വെച്ചിട്ടാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ കുട്ടികൾ, ഞങ്ങളുടെ ഈ ഇണകൾ, ഞങ്ങളുടെ വീട്ടുകാർ, അവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അവരോടും ഞങ്ങളോടുമൊക്കെ നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയും ഇടകളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ധാരാളം വിഷമങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. രോഗങ്ങളുള്ളവരുണ്ട്, കടബാധ്യതകളുള്ളവരുണ്ട്, മാനസിക പ്രയാസങ്ങളുള്ളവരുണ്ട്, മാറാവ്യാധികൾ പിടിവിട്ട് പരീക്ഷണത്തിലകപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട്. അല്ലാഹുവേ, അറിയുന്നതും അറിയാത്തതുമായ വിഷമങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീ പരിഹരിക്കുമാറാകണമേ തമ്പുരാനെ. നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. നീ തരാത്തത് തരുന്നവരില്ല, നീ തരുന്നത് തടയുന്നവരുമില്ല. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ മാസം ജമാദുൽ ആഖിർ, ഇനി റജബ്, ഇനി ശഅബാൻ, അത് കഴിഞ്ഞാൽ പരിശുദ്ധ റമളാൻ. അല്ലാഹുവേ, ഈ 3 മാസങ്ങളിലും ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനും നന്നായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ, നമസ്കാരം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ഒക്കെ റമളാനെ സ്വീകരിക്കാനും അല്ലാഹുവേ, നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റാഹിമീൻ. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم بارك في جماد الآخر ورجب وشعبان وبلغنا رمضان ووفقنا فيه بالصيام والقيام وتلاوة القرآن يا أرحم الراحمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين آمين.